രജനികാന്തും നെൽസൺ ദിലീപ് കുമാറും ഒന്നിക്കുന്ന ജയിലർ 2 എന്ന സിനിമയ്ക്ക് ആരാധകർ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. മലയാളികൾ കാത്തിരിക്കുന്നത് ഈ ചിത്രത്തിലേക്ക് മോഹൻലാൽ എത്തുന്നു എന്നതാണ്. അടുത്തിടെയാണല്ലോ മോഹൻലാലിനെ കാണാനായി നെൽസൺ ദിലീപ് കുമാർ എത്തിയതും. ജയിലർ 2ലേക്ക് ക്ഷണിക്കാൻ തന്നെയാണ് നെൽസൺ മോഹൻലാലിന്റെ അടുത്ത് എത്തിയത്. അപ്പോൾ മോഹൻലാലിന് ജയിലർ 2ലും ഒരു ഗംഭീര വേഷം ഉണ്ടെന്ന് തന്നെ ഉറപ്പായി. ആദ്യ ഭാഗമായ ജയിലർ ബോക്സ് ഓഫീസിൽ തീർത്ത ആരവം തന്നെയാണ് ഇതിന്റെയൊക്കെ പ്രധാന കാരണവും. ഏറെ പ്രതീക്ഷയോടെ ഏവരും കാത്തിരിക്കുന്ന സിനിമയുടെ ചിത്രീകരണം എന്ന് അവസാനിക്കും എന്ന സംബന്ധിച്ച പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വരികയാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് സാക്ഷാൽ രജനീകാന്താണ്. കുറച്ചു ദിവസം മുമ്പ് ചെന്നൈ എയർപോർട്ടിലെത്തിയ വേളയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകിയായിരുന്നു രജനീകാന്ത്. ജയിലർ 2 ചിത്രീകരണം നല്ല രീതിയിൽ നടക്കുന്നു. എപ്പോൾ പൂർത്തിയാകുമെന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. ഡിസംബറിൽ ചിത്രീകരണം അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് രജനീകാന്ത് സിനിമയെക്കുറിച്ച് പറഞ്ഞതും. അതേസമയം ജയിലർ 2വിന്റെ ചിത്രീകരണം പുരോഗമിക്കുകയാണ്. ചിത്രത്തിൽ രജനീകാന്തിനൊപ്പം ഒരുപിടി മലയാളി അഭിനേതാക്കളും ഭാഗമാകുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. സുരാജ് വെഞ്ഞാറമൂട്, കോട്ടയം നസീർ, അന്ന രേഷ്മ രാജൻ, വിനീത് തട്ടത്തിൽ, സുനിൽ സുഗത, സുജിത് ശങ്കർ തുടങ്ങിയവർക്കൊപ്പം ആദ്യ ഭാഗത്തിലെ മാത്യു എന്ന കഥാപാത്രമായി മോഹൻലാലും സിനിമയിലെത്തും. കൂടാതെ ഇപ്പോൾ വിനായകൻ അവതരിപ്പിച്ച വർമ്മൻ എന്ന കഥാപാത്രവും എത്താൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു. ആദ്യ പാർട്ടിൽ വർമ്മനെയൊക്കെ തട്ടിയതാണല്ലോ, പിന്നെ എന്തിനാ വർമ്മൻ എത്തുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ എല്ലായിടത്തു നിന്നും ഉയരുന്നത്. അപ്പോൾ ചിത്രം ഫ്ലാഷ് ബാക്കിലേക്കും പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മോഹൻലാലിന്റെ റോളിനും വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തിൽ മലയാളി താരം വിനായകൻ അവതരിപ്പിച്ച വർമ്മൻ എന്ന വില്ലൻ കഥാപാത്രം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയതായിരുന്നു. രജനിക്കൊപ്പം കട്ടയ്ക്ക് നിന്ന വില്ലനായിരുന്നു വിനായകന്റേത്. ഇപ്പോഴിതാ രണ്ടാം ഭാഗത്തിലും വിനായകൻ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നതും. 2 ദിവസത്തെ ഷൂട്ടിനായിട്ടാണ് വിനായകൻ ജോയിൻ ചെയ്യുന്നത് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. ഫ്ലാഷ് ബാക്ക് സീനിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ആകും ഇതെന്നാണ് സൂചന. ചിത്രത്തിൽ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം ആയിരിക്കുമോ വിനായകൻ വീണ്ടും എത്തുക എന്നതാണ് ഇപ്പോൾ പ്രേക്ഷകരും ചോദിക്കുന്നത്. ആ കോമ്പിനേഷൻ അവർ വലിയ രീതിയിൽ ആഘോഷിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെയാണെങ്കിൽ മോഹൻലാലിന്റെയും ഫ്ലാഷ് ബാക്കുകൾ വരാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന്റെ മാത്യു എന്ന കഥാപാത്രത്തിന്റെ സ്റ്റോറി ലൈനിലേക്കും സിനിമ സഞ്ചരിക്കാനുള്ള സാധ്യത പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നിരുന്നാലും ജയിലറിൽ കണ്ടതിനേക്കാൾ കൂടുതൽ മോഹൻലാലിനെ നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുമെന്നാണ് വിവരങ്ങൾ. അതിന് കാരണമായി പറയുന്നത് മോഹൻലാലിന്റെ ഇനി വരാൻ പോകുന്ന ഷെഡ്യൂൾ തന്നെയാണ്. പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് മോഹൻലാൽ ഒരു ഫാമിലി വെക്കേഷന് പോയിരിക്കുകയാണ്. തായ്ലാന്റിലേക്കാണ് യാത്ര പോയത് മോഹൻലാൽ. അവിടെ നിന്നുള്ള ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അവിടെയാണ് പിറന്നാൾ ആഘോഷമൊക്കെ ഫാമിലി ആയിട്ട് നടന്നത്. അതിനുശേഷം മോഹൻലാൽ 28-ന് തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അപ്ഡേറ്റുകൾ ഇപ്പോൾ വരികയാണ്. അത് കഴിഞ്ഞാൽ മോഹൻലാൽ ഷൂട്ടിംഗിൽ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഫഫബ, ജയിലർ 2, MN എന്നീ ചിത്രങ്ങളിലെ റോളുകളാണ്. 2 ചിത്രങ്ങളിൽ ക്യാമിയോ റോളിൽ എത്തുന്ന മോഹൻലാൽ ഇതുവരെ പൂർണ്ണമായി സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടില്ല ഇതിൽ ഏതായിരിക്കും മോഹൻലാൽ ഉടനെ ചെയ്യാൻ പോകുന്നത് എന്ന്. അതായത് ഈ പറഞ്ഞ 3 സിനിമകളിൽ ഏതായിരിക്കും ആദ്യം സംഭവിക്കുക എന്നത് കൃത്യമായി അപ്ഡേറ്റുകൾ വന്നിട്ടില്ല. എന്നിരുന്നാലും 3 സിനിമകളിൽ മോഹൻലാൽ എത്തുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ട് താനും. അതേസമയം തൊടുപുഴ ഉൾപ്പെടെയുള്ള അവസാന ഷെഡ്യൂളിനായി ഫഫബ ടീം നിലവിൽ ലൊക്കേഷൻ സെർച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇതുവരെ അന്തിമമായിട്ടില്ല എന്നതും ഓർക്കണം. ഫഫബയിലെ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം ദിലീപ് തന്നെ പങ്കുവച്ചിരുന്നു. ഒരു മേജർ അപ്ഡേറ്റ് ജൂലൈയിൽ വരുന്നു എന്ന രീതിയിൽ. അത് മോഹൻലാലുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് തന്നെ ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ കാര്യങ്ങൾ തന്നെയാണ് പ്രേക്ഷകരും മൂവി അനലിസ്റ്റുകളും ഒക്കെ പറയുന്നത്. ജയിലർ 2വിൽ എന്തായാലും മോഹൻലാൽ എത്തും എന്ന് ഉറപ്പായി കഴിഞ്ഞു. പക്ഷേ എന്ന് മോഹൻലാലിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കും എന്നതാണ് ഇപ്പോൾ വലിയ ചോദ്യം. ഇതുകൂടാതെ മോഹൻലാൽ അഭിനയിക്കുന്ന മറ്റ് വലിയ സിനിമകളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അതിന്റെ അപ്ഡേറ്റ് അടുത്ത വീഡിയോയിൽ പറയാം. എന്തായാലും ജയിലർ 2 ഒരിടത്ത് ഗംഭീരമായി പുരോഗമിക്കുമ്പോൾ ആരാധകർ രജനീകാന്തിന്റെ കൂലി എന്ന സിനിമയ്ക്ക് വേണ്ടി വലിയ വെയിറ്റിംഗിലാണ്. കൂലി എന്ന ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകളും ആവേശത്തോടെയാണ് രജനി ആരാധകർ സ്വീകരിക്കുന്നത്. വമ്പൻ ബജറ്റിൽ ഒരു ആക്ഷൻ ചിത്രമായിട്ടാണ് കൂലി ഒരുങ്ങുന്നത്. ഇപ്പോഴിതാ ചിത്രത്തിൽ നിന്നുള്ള സ്റ്റില്ലുകളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം. ചിത്രത്തിൽ നിന്നുള്ള പവർ ഹൗസ് വൈബ് എന്ന ഗാനത്തിന്റെ പുതിയ വെർഷനൊപ്പം ചിത്രത്തിന്റെ മേക്കിംഗ് വീഡിയോയും അണിയറ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു. ഇതിൽ നിന്നുള്ള രജനിയുടെ സ്റ്റില്ലുകളാണ് വൈറലാകുന്നത്. സാക്ഷാൽ ആക്ഷൻ സീനുകൾ ചിത്രീകരിക്കുന്നത് ആണ് പ്രധാനമായും ഈ വീഡിയോയിൽ ഉള്ളത്. ചുവന്ന ഷർട്ടിട്ട് കയ്യിൽ കത്തിയുമായി നിൽക്കുന്ന രജനിയുടെ ചിത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് ആരാധകർ ഏറ്റെടുക്കുകയുണ്ടായി. സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 1000 കോടി നേടുമെന്നും ഇൻഡസ്ട്രി ഹിറ്റ് ഉറപ്പിച്ചോളൂ എന്നുമൊക്കെയാണ് ആരാധകരുടെ കമന്റുകൾ. ഓഗസ്റ്റ് 14-നാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. രജനികാന്തും ലോകേഷ് കനകരാജും ആദ്യമായി വന്നിരിക്കുന്ന ചിത്രം കൂടിയാണ് കൂലി. പിന്നെ ഒരു എടുത്തു പറയേണ്ട കാര്യം, ലോകേഷ് കനകരാജ് ഒരു കടുത്ത കമൽഹാസൻ ആരാധകനാണ്, ഫാൻ ബോയ്. ഒരു കമൽഹാസൻ ആരാധകനായ ഡയറക്ടർ രജനികാന്തിനെ വെച്ച് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന രീതിയിലുള്ള പറച്ചിലാണ് ഇപ്പോൾ ലോകേഷ് പോലും കൂലി എന്ന ചിത്രത്തെക്കുറിച്ച് പറയുന്നത്. ആണ്ടവരുടെ ആരാധകൻ തലൈവരെ വെച്ച് എന്താണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നത് ഈ ചിത്രം നമ്മളെ കാണിച്ചു തരും.